വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാടത്ത് നെല്ല് കൊയ്യുന്ന മെഷീനെ കുറിച്ചാണ്. എങ്ങനെ ഈ മെഷീൻ ഉപയോഗിച്ച് നെല്ല് കൊയ്യുന്നു, നെല്ല് കിട്ടുന്ന കാഴ്ച, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സാധാരണയായി പണ്ടൊക്കെ നെല്ല് കൊയ്യാറുണ്ടായിരുന്നത് ആളുകളായിരുന്നു. ഇന്ന് ആളുകളെ കിട്ടാണ്ട് വരികയാണ്. അതുമാത്രമല്ല, ശമ്പളം അത് കൊടുക്കാൻ പാടത്തും തികയാതെ വരികയാണ്. കിട്ടുന്ന നെല്ലിൻ്റെ ഇരട്ടി ചെലവ് വരികയാണ്. പണ്ട് കാലത്ത് മനുഷ്യൻ ജീവിച്ചു വന്നിരുന്ന പ്രധാനപ്പെട്ട പണികളാണ് പാടത്ത് പണി, കൃഷിപ്പണി. കൃഷിയാണ് പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. അന്നത്തെ ആളുകൾ ഒരു വർഷത്തിൽ ഏകദേശം അവർക്ക് ജീവിക്കാനുള്ള ഒരു വർഷത്തേക്കുള്ള നെല്ല് സംഭരിച്ചു വയ്ക്കുമായിരുന്നു. അന്ന് പാടത്ത് പണി ചെയ്യുന്ന ആളുകൾക്ക് കൂലിയായി നെല്ലാണ് കൊടുത്തിരുന്നത്. ഇന്നാണെങ്കിൽ അത് കാശായി മാറി. പൈസ കൂലിയായി കൊടുക്കുമ്പോൾ ഒരു പാടത്തുനിന്ന് കിട്ടുന്ന നെല്ലിൻ്റെ ഇരട്ടി ചെലവായി മാറി. അങ്ങനെ കൃഷി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് പൈസ നഷ്ടം വരാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ടെക്നോളജി വളരാൻ തുടങ്ങി. ടെക്നോളജി വളർന്നപ്പോൾ പുതിയ പുതിയ മെഷീനറികൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ പാടത്ത് കൊയ്യുന്ന മെഷീൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച പാടത്ത് മെഷീന് കൊണ്ട് എങ്ങനെ കൊയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് മുൻവീലോട് ഘടിപ്പിച്ചിരിക്കുന്ന കൊയ്ത്ത് മെഷീൻ. ആ മെഷീൻ കൊയ്ത് എടുത്തതിന് ശേഷം അത് ഫിൽട്ടർ ചെയ്തിട്ട് നെല്ല് വേറൊരു ബോക്സിലേക്കും അതിൻ്റെ വക്കോല് പിൻഭാഗത്തു കൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ വലിയ ചുറ്റളവുള്ള കണ്ടങ്ങളൊക്കെ കൊയ്ത് കഴിയുന്നു. പ്രധാനമായി ഇതിലുള്ള ലാഭം സമയലാഭമാണ്. ഏകദേശം പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് അവർക്ക് ഒരുപാട് കണ്ടങ്ങൾ ഇതുപോലെ കൊയ്യാൻ കഴിയുന്നു എന്ന് കരുതി ഞാൻ ഇതിലൂടെ തരുന്ന സന്ദേശം ആളുകളുടെ ജോലി കളഞ്ഞുകൊണ്ട് എല്ലാവരും യന്ത്രങ്ങളെ ആശ്രയിക്കണം എന്നല്ല. കേരളത്തിൽ സാധാരണയായിട്ട് വിത്തിറക്കുന്നതും ഞാറ് നടുന്ന ഭാഗങ്ങളൊക്കെ മനുഷ്യർ തന്നെയാണ് ചെയ്തു വരുന്നത്. പണിക്കാർക്ക് ജോലി കിട്ടി വരുന്നതൊക്കെ ഉണ്ട്. സാധാരണയായിട്ട് എല്ലാ വർക്കും കഴിഞ്ഞ് കൊയ്യുന്ന സമയമാകുമ്പോൾ മാത്രമാണ് മെഷീനറികൾ ഉപയോഗിക്കുന്നത്. ചില രാജ്യങ്ങളിൽ മുഴുവനായി ടെക്നോളജിയുടെ ഭാഗമായി മെഷീനറികളാണ് ഇതുപോലുള്ള കൃഷിപ്പണികളൊക്കെ നോക്കി വരുന്നത്. എന്ന് കരുതി എല്ലാവർക്കും യന്ത്രങ്ങളെ ആശ്രയിക്കരുത്. സാധാരണക്കാരായ ജോലിക്കാർ, അതായത് അവർക്ക് ഈ ജോലി കിട്ടിയിട്ടൊക്കെ വേണം ജീവിക്കണമെങ്കിൽ. അപ്പോൾ അവർക്കും നമ്മൾ ജോലി കണ്ടെത്തണം. അത് പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും മെഷീനറികളെ ആശ്രയിക്കുമ്പോൾ അവർക്ക് ജോലി കിട്ടാതെ വരുന്നുണ്ട്. അത് നമ്മൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് കാശ് കൃഷിയിൽ ഇറക്കിയിട്ടാണ് ഇവരെ പോലുള്ള ഒരുപാട് പേര് കൃഷി നോക്കി നടത്തുന്നത്. ഇതിന്ന് പ്രത്യേകിച്ച് ഒരു ലാഭം കിട്ടിയിട്ടൊന്നല്ല. എന്നിരുന്നാലും എല്ലാ വർഷമാകുമ്പോൾ നമുക്കെന്തെങ്കിലും ലാഭം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ പോലുള്ള ആളുകൾ കൃഷി നോക്കി നടത്തുന്നത്. കൃഷി നടത്തിക്കൊണ്ട് പോകുന്ന ആളുകളുടെ വിഷമം ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ട് പറയുകയാണ്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമം പറയുന്നുണ്ട്. കാലാവസ്ഥകൾ മാറി മറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ആരും അറിയുന്നില്ല, ആരും നികത്തുന്നില്ല. എന്നിരുന്നാലും എല്ലാ വർഷം മഴ പെയ്യുമ്പോഴും അവരുടെയൊക്കെ ഉള്ളിൽ തോന്നാറുള്ളത് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട പൈസ ഈ വർഷം തിരിച്ചു പിടിക്കാൻ പറ്റും. അങ്ങനെ ചിലരൊക്കെ കടം വാങ്ങിയൊക്കെയാണ് കൃഷി നടത്തുന്നത്. എന്നിരുന്നാലും തൊഴിലാളികൾക്ക് കിട്ടേണ്ട ജോലി അവർ കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, എന്തെങ്കിലും ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് എല്ലാവരും ജീവിക്കുന്നതും. ചില വർഷങ്ങളൊക്കെ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. ലാഭം എന്ന സംഭവം കിട്ടുന്നില്ല. എന്നിരുന്നാലും അവർ കൃഷിയെ വിടുന്നില്ല. അതിനുള്ള സ്നേഹമാണ്, കൃഷിയോടുള്ള സ്നേഹമാണ് അവരെ ഇതിലേക്ക് നിയന്ത്രിക്കുന്നത്. ജയ് ജവാൻ ജയ് കിസാൻ. അപ്പോൾ വണ്ടി കൃഷിക്കാരും ജവാന്മാരുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ല്. ഈ കൃഷിയും ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും കൃഷി നടത്തുന്നവരെയും കൃഷിപ്പണിക്കാരെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കണം. കൊയ്ത്ത് കഴിഞ്ഞ് മെഷീനിലുള്ള നെല്ല് സംഭരിക്കാനായി ഇതുപോലെ ടാർപ്പായ വിരിക്കും. ചിലവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നേരെ മെഷീനിൽ നിന്നും വാഹനത്തിലേക്ക് നെല്ല് സെറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകും. ഇത് ഇവിടെ വെച്ച് ചാക്കിലാക്കി വയ്ക്കും ചില ആളുകൾ. കൊയ്ത്ത് കഴിഞ്ഞ വാഹനം ഈ വിരിച്ചു വെച്ചിരിക്കുന്ന ചാക്കിൻ്റെ അവിടെ എത്തുമ്പോൾ കൃഷി നടത്തിക്കൊണ്ടുവന്ന ആളുടെ ഉള്ളിലുണ്ടാകുന്ന തീ ഉണ്ടല്ലോ, ഈശ്വരാ ഇപ്രാവശ്യമെങ്കിലും ലാഭം കിട്ടണേ. മെഷീനിൽ നിന്നും വരുന്ന നെല്ലിൻ്റെ കണക്കനുസരിച്ചാണ് സന്തോഷമുണ്ടാവുക, കുറഞ്ഞാൽ ദുഃഖവും. ഇനി കാണാൻ പോകുന്ന കാഴ്ച മെഷീനിൽ നിന്നും നെല്ല് വരുന്ന കാഴ്ചയാണ്. ഒന്ന് കണ്ടു നോക്കൂ.
ഈ വരയൻ ടീഷർട്ട് ഇട്ട ആളാണ് നാരായണൻകുട്ടി. വർഷങ്ങളായി കാർഷിക രംഗത്ത് ഇദ്ദേഹം ഉണ്ട്. കണക്ക് നോക്കി അവരുടെ ശമ്പളം കൊടുത്ത് സെറ്റിൽ ചെയ്യാണ് അദ്ദേഹം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.